ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി ബൂട്ടണിഞ്ഞ മധ്യനിര താരം ജെയ്ഡൻ ആഡംസ് അന്തരിച്ചു. ടീം ലോകകപ്പിൽ നിന്നും പുറത്തായി ദിവസങ്ങൾക്കകമാണ് 25-കാരൻ അന്തരിച്ചത്. താരത്തിന് കേപ്പ് ടൗണിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, ദക്ഷിണാഫ്രിക്കയ്ക്കായി ഈ ലോകകപ്പിലും 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പിലടക്കം ഇന്നും പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും സിയ, നമുക്കറിയാവുന്ന പോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ടീമിയുടെ ഏറ്റവും വലിയ ഒരു കരുത്തനായ മധ്യനിര താരം എന്ന് വിശേഷിപ്പിച്ചിരുന്ന താരമാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെ തന്നെ അന്തരിച്ചതായുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഈ താരത്തിൻ്റെ സർക്കാർ, ദക്ഷിണാഫ്രിക്കൻ സർക്കാരാണ് ഔദ്യോഗികമായി താരം മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ താരത്തിൻ്റെ സ്വവസതിയിലെ കേപ്പ് ടൗണിലെ സ്വവസതിയിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിൽ ആ ഒരു ഇതിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ലോകകപ്പിലടക്കം 4 മത്സരങ്ങളിൽ താരം കളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദക്ഷിണാഫ്രിക്കയും അതേപോലെ തന്നെ ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ആ ഒരു മത്സരത്തിന് ശേഷം തൊട്ട് പിന്നാലെ നടന്ന ചെക്ക് റിപ്പബ്ലിക്കിനെതിരായ മത്സരത്തിന് തൊട്ട് മുമ്പാണ് താരത്തിൻ്റെ മുത്തശ്ശി മരിച്ചിരുന്നത്. ആ ഒരു മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിലും താരത്തിൻ്റെ മനോധൈര്യം കൈവിടാതെ തന്നെ ഈ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിക്കുകയും തൊട്ട് പിന്നാലെ ഈ ഒരു ടീമിനൊപ്പം തന്നെ തുടരുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം, അതായത് ലോകകപ്പിന് പുറത്തായതിനു ശേഷം താരം വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അഖില പറഞ്ഞതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായുള്ള ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായാണ് ഇദ്ദേഹത്തിൻ്റെ മരണവിവരം നമുക്ക് അറിയുന്നത്. കൂടാതെ താരത്തിനെ ഈ ഒരു ലോകകപ്പിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ദക്ഷിണാഫ്രിക്കൻ ടീമിലെ ഏറ്റവും വലിയ ഭാവി വാഗ്ദാനം എന്ന രീതിയിൽ കരുതപ്പെട്ടിരുന്ന താരമാണ്. 2023 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ദക്ഷിണാഫ്രിക്കയുടെ സെമി പ്രവേശനത്തിൽ നിർണായക പങ്കുവച്ചിരുന്ന താരമാണ്. 13 മത്സരങ്ങളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കായി 13 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു 4 ആഴ്ചകൾക്ക് മുമ്പ് മമലുദ്ദി സൺഡൗൺസ് അവരുടെ ആദ്യ കിരീടം കാഫ് ചാമ്പ്യൻസ് ലീഗ് നേടുന്നതിലും മികച്ച ഒരു പങ്കുവച്ചത്, അല്ലെങ്കിൽ മുഖ്യ പങ്കുവഹിച്ചത് ഇതേ താരമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും താരത്തിന്റെ വിയോഗത്തിൽ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിയ.